മച്ചന്മാരെ നമ്മൾ രാവിലെ തന്നെ ചെറുമീൻ വേട്ടയ്ക്കായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഡൈവേയുടെ ഫാൻഡ് സ്നാപ്പറിൻ്റെ റോഡും അതുപോലെ തന്നെ ഒക്കുമയുടെ റീലുമാണ്, സഫിന പ്രോ എന്ന് പറഞ്ഞ റീലുമാണ് നമ്മളിപ്പോൾ കാസ്റ്റിങ്ങിനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് സംഭവിക്കാവുന്ന നിർണായക നിമിഷങ്ങളാണ്. ഏത് നിമിഷം വേണമെങ്കിലും നമുക്ക് ഫ്രോഗിൽ അടി കിട്ടാം. തായ് ജംപ് ഫ്രോഗാണ് ഇവിടെ നമ്മൾ കാസ്റ്റിങ്ങിനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല റിസൾട്ടുള്ള ഫ്രോഗുകളാണ് ഈ തായ് ജംപ് ഫ്രോഗുകൾ. പ്രത്യേകിച്ചും പുഴയിൽ കാസ്റ്റ് ചെയ്യുമ്പോൾ, പുഴയിൽ ഇതുപോലെ പോച്ചയൊക്കെ പുഴയുടെ സൈഡിലേക്ക് വീണ് കിടക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ സൈഡിലും അടിയിലൊക്കെ ആയിട്ട് ചേർന്ന് നിൽക്കാനുള്ള സാഹചര്യമുണ്ട്. അമ്മാർ നമ്മുടെ ജംപ് ഫ്രോഗ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയറി അടിക്കാനുള്ള എല്ലാ സാഹചര്യമുണ്ട്. അപ്പോൾ നമ്മൾ വളരെ കെയർഫുള്ളായിട്ടാണ് നിൽക്കുന്നത്. മീൻ സ്ട്രൈക്ക് ചെയ്ത് ശരിക്കും സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. അച്ഛന്മാരെ നമ്മൾ പുഴയിലെ വമ്പന്മാരായ ചെറുമീനുകളെ കൊടുക്കാനുള്ള മാരക ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഏത് സമയം വേണമെങ്കിലും ഫ്രോഗിൽ ഇവിടെ നിന്ന് അടി കിട്ടാം. കറക്റ്റ് ഒരു പോച്ചയുടെ സൈഡിലൂടെയാണ് നമ്മൾ വലിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ പുഴയിലേക്കും കായലിലേക്കൊക്കെ പോച്ചയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ ഈ സ്നേക്ക് ഹെഡ് വിഭാഗത്തിൽപ്പെട്ട മീനുകൾ കയറി നിൽക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അടി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഹുക്കപ്പ് കൊടുക്കരുത്. ഒരു 1.5-2 സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് വേണം ഹുക്കപ്പ് കൊടുക്കാനായിട്ട്. ഇതുപോലുള്ള പുഴയുടെ സൈഡിലൊക്കെ നിൽക്കുന്നത് നല്ല സൈസ് ചെറുമീനുകളായിരിക്കും. സാധാ റബ്ബർ ഫ്രോഗ് കാസ്റ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെയുള്ള സ്പോട്ടുകളിൽ ജംപ് ഫ്രോഗ് തന്നെ കാസ്റ്റ് ചെയ്യുന്നതാണ്. ജംപ് ഫ്രോഗ് ആകുമ്പോൾ അത് നമ്മൾ പ്രത്യേകിച്ച് ആക്ഷൻ കൊടുക്കേണ്ട കാര്യമില്ല. റിട്രീവ് ചെയ്യുമ്പോൾ തന്നെ അതിൽ നല്ലൊരു ആക്ഷൻ ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അടി കിട്ടും. തടസ്സങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ റിട്രീവ് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതിൽ വരുന്ന ഹുക്കും കുടുങ്ങത്തില്ല. ഓപ്പൺ ഹുക്കാണ് ഇതിൻ്റെ വരുന്നത്, മറ്റ് റബ്ബർ ഫ്രോഗുകൾ പോലെയല്ല. അതുകൊണ്ട് തന്നെ നമുക്കധികം തടസ്സങ്ങളുള്ളത് ഇത് എറിയാൻ പറ്റില്ല. ഇങ്ങനെയുള്ള പ്ലെയിനായിട്ടുള്ള പുഴയുടെ സൈഡിലൊക്കെ ആണെങ്കിൽ ഓക്കെ കേസാണ്. നമുക്ക് ഏത് സെക്കൻഡ് വേണമെങ്കിലും മുട്ടൻ ചെറുമീൻ്റെ അടി ഇതിൻ്റെ അകത്ത് പ്രതീക്ഷിക്കാം. നമ്മൾ മാക്സിമം ആ പോച്ചയുടെ സൈഡിലേക്ക് എറിയാനായിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നല്ല കാറ്റുണ്ട്. കാറ്റ് നമ്മുടെ ഫ്രോഗ് പതുക്കെ പാളിപ്പോകുന്നുണ്ട്. മാക്സിമം നമ്മൾ ആ പോച്ചയുടെ സൈഡിലേക്ക് തന്നെ എറിയാനായിട്ട് ശ്രമിക്കണം. ഡ്രാഗ് അല്പം ടൈറ്റ് ചെയ്താണ് ഇട്ടിരിക്കുന്നത്. വീണ്ടും ഡ്രാഗ് ടൈറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അടിച്ചവന്മാർ ആ പുല്ലുകളുടെ ഇടയിലൂടെ വേരുകളുടെ ഇടയിലേക്ക് കയറാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ കയറിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവന്മാർ അതിൻ്റെ അത് ചാടിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അടിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ഹുക്കപ്പ് കൊടുത്ത് അവന്മാരെ പോച്ചയിൽ നിന്ന് എങ്ങനെയും വെളിയിൽ ചാടിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അവന്മാരെ സേഫായിട്ട് കയറ്റാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മൾ വീണ്ടും അതേ സ്പോട്ടിൽ തന്നെയാണ് കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.